ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2023 ജനുവരി മാസം മുതൽ 2024 മാർച്ച് മാസം വരെ കൊല്ലം ഓഫീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ വീഥികളെല്ലാം എനിക്ക് മിസ്സിങ് ആയപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് വെച്ചത് യൂട്യൂബിലിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കപ്പോൾ അതെന്നും കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇത് അവിടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള മാർക്കറ്റാണ്. ആദ്യം നിങ്ങൾ കണ്ടത് ഞാൻ എന്നും ഫുഡ് കഴിക്കുന്ന സുഭിക്ഷ ഹോട്ടലാണ്. അവിടെ 20 രൂപ കൊടുത്താൽ ഊണ് കിട്ടും, എല്ലാ കറികൾ ഉൾപ്പെടെ. സ്പെഷ്യലിന് 30 രൂപ, മീൻ പൊരിച്ചതിനാണെങ്കിലും 30 രൂപ, വച്ചതിനാണെങ്കിലും 30 രൂപ. അങ്ങനെ 50 രൂപ കൊടുത്താൽ സുഭിക്ഷമായ ഊണ് കഴിക്കാം. ജനകീയ ഹോട്ടലാണത്. ഇത് ഞാൻ എന്നും പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു ട്രെയിൻ ലെവൽ ക്രോസ് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ ബോഗി പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. മിക്കവാറും തന്നെ ഇതൊരു പഴയ തിയേറ്ററാണ്. മിക്കവാറും തന്നെ ഞാനതിൽ ക്രോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിൻ പോകുന്നുണ്ടാവും. ആ കാഴ്ചകളെല്ലാം എനിക്ക് മിസ് ചെയ്തപ്പോൾ ഞാൻ വെറുതെ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലെവൽ ക്രോസിൻ്റെ അടുത്ത് വരെ എത്തി. ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്ന കാണാം. മൊത്തം ട്രെയിൻ ഇല്ല കേട്ടോ, ഒരു ബോഗി മാത്രം പോകണം, ഒരു എൻജിന് മാത്രമേ പോകണുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ഗേറ്റ് തുറന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. ലെവൽ ക്രോസ് കഴിഞ്ഞ് ഇതിൽ കയറി പോയാൽ മതി. പക്ഷേ അവിടെ ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവരത് അടച്ച് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. നേരത്തെ അതിലെ ഗതാഗതം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിലെ ഗതാഗതമില്ല. ഇത് അപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞു. ഇനി അടുത്ത ട്രെയിനിനായിട്ട് ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്നപ്പോൾ ആളുകൾ പെട്ടെന്ന് പോകാനുള്ള തത്രപ്പാടിലാണ്. എപ്പോഴും ട്രെയിൻ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന പ്രത്യേകത കൂടി കൊല്ലം റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ ധാരാളം ട്രെയിനുകൾ വന്ന് പോകുന്നുണ്ട്, സാധാരണ റെയിൽവേ സ്റ്റേഷനേക്കാൾ കൂടുതലായിട്ട്. പിന്നെ ഇത് ഞാനെന്നും വാച്ച് നന്നാക്കാൻ കൊടുക്കുന്ന കടയാണ്. പിന്നെ ഇത് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ KSEBയുടെ ഒരു ക്യാൻറ്റീനും ഉണ്ട്. അവിടെ ഞാൻ പോകാറൊന്നുമില്ല. അതിൻ്റെ മുമ്പിൽ ഒരു ചേട്ടൻ എന്നും ഫ്രൂട്ട്സ് വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് റെയിൽവേക്കാരുടെ ഭൂമിയാണ്. അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. താൽക്കാലികമായി ഞങ്ങൾക്ക് അതിൽ പോകാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ഓഫീസൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ സ്റ്റേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എന്നും പണികൾ നടക്കും. പാറപ്പൊടിയുടെ ഭയങ്കര ശല്യമാണ്. വെള്ളം ഉള്ള സമയം, മഴയുള്ള സമയത്ത് ഭയങ്കര വെള്ളക്കെട്ടും കാര്യങ്ങളും. ഇനി അടുത്ത ജംഗ്ഷനാണിത്. പിന്നെ ഇത് അവിടെയുള്ളൊരു ലോറി സ്റ്റാൻഡാണ്. അവിടെ ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെ ഊണ് കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ അവിടെ ഡ്രൈവർമാരൊക്കെ ഇരിപ്പുണ്ടാവും. നല്ല തണലാണ് അവിടെ. അതൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണത്. ഈ ലോറി കിടക്കുന്നതും അവിടെയുള്ള സാധാരണക്കാരായ ആളുകളിരുന്ന് സംസാരിക്കുന്നതും. പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഹോട്ടലുണ്ട്. സ്പെഷ്യൽ കഴിക്കാനൊക്കെ കൊതിയാകുമ്പോൾ അവിടെ പോയി വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ വീട് വിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് സ്പെഷ്യലൊക്കെ കഴിക്കാനുള്ള കൊതി കൂടുതൽ തോന്നുന്നത്. വീട്ടിലാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വാങ്ങാമല്ലോ നമുക്ക്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നും സുഭിക്ഷയെന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്കൊരു ഊണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോറ് വൈകുന്നേരത്തേക്കും കൂടെ വയ്ക്കും. എന്നിട്ട് അത് ആണ് കഴിക്കാറുള്ളത്. ഭയങ്കര ദാരിദ്ര്യമായിരുന്നു വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം.
കാര്യം ഹോട്ടലിൽ ചെന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, പക്ഷേ എന്നും ഹോട്ടലിൽ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എത്ര രൂപ ഉണ്ടായാലാ. ഇതങ്ങനെ ഞാൻ ഊണ് കഴിച്ചിട്ട് പോകുന്ന ഫുട്പാത്താണ് കേട്ടോ ഇത്. പിന്നെ അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ്. പിന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗണാണ്. ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ല എല്ലാം കൊണ്ടും ഡെവലപ്ഡായ ഒരു ജില്ലയാണ്. അതിവിശാലമാണ്. അവിടുത്തെ ടൗണ് ഭയങ്കര വിസ്തൃതമാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാവരും നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു. ഇത് പിന്നെ വൈകുന്നേരത്തേക്കുള്ള തട്ടുകടയാണ് കേട്ടോ. ഇത് ഇവരൊരു 2 മണിയാകുമ്പോൾ പോലെ ഈ പിള്ളേർ ഇവിടെ പ്രിപ്പറേഷൻ്റെ വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങൾ തുടങ്ങും. ഇത് അവർ ഫുഡ് കഴിക്കുന്ന കേട്ടോ. അവർ തന്നെ ചോറുണ്ടാക്കിക്കൊണ്ട് വരും. വല്ലപ്പോഴൊക്കെ മീൻ പൊരിച്ചൊക്കെ കാണും. ഈ പയ്യൻ എന്നും ഈ സമയത്തായിരിക്കും പൊറോട്ടയ്ക്കുള്ള മാവ് കഴിക്കണം. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കൊല്ലത്ത് കണ്ടത്, അവിടെ ധാരാളം പട്ടികളുണ്ട് അവിടെ. പിന്നെ ഇത് അവിടുത്തെ പബ്ലിക് ലൈബ്രറിയാണ്, ഏറ്റവും വലിയ ലൈബ്രറി. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കണ്ട ലെവൽ ക്രോസൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ചിന്നക്കടയാണ്. ഇത് ചിന്നക്കടയാണ്. പിന്നെ ഇത് പബ്ലിക് ലൈബ്രറിയാണ് കേട്ടോ കൊല്ലത്തെ. കണ്ടില്ലേ പട്ടികൾക്ക് യാതൊരു ദാരിദ്ര്യമില്ല അവിടെ. പട്ടികാഷ്ടമാണ് എല്ലാ ഫുട്പാത്തിലും ഇങ്ങനെ. പിന്നെ പലരും പട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉപദ്രവിച്ചിട്ടോ. ഇത് ഇവിടെ ക്യാൻറ്റീനിലേക്ക് പോണ വഴിയാണ്. അവിടെ ക്യാൻറ്റീനിൽ 100 രൂപയ്ക്ക് സ്പെഷ്യൽ കൂട്ടി ഊണുണ്ട്. ഇത് പിന്നെ ചിന്നക്കട ടൗണാണ്. വളരെ പഴയൊരു ക്ലോക്ക് ടവറാണ് കേട്ടോ നമ്മളാ കാണുന്നത്. അതിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണ് അവിടെ. ബാറ്ററിയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ, ചീത്തയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിയിടും അവർ. എല്ലാം ടൈമും എപ്പോഴും കറക്റ്റാണ്. പിന്നെ അവിടെ സ്ഥിരം പോകുന്ന വഴിക്കുള്ള ഫുട്പാത്ത് കച്ചവടമാണിത്. ഇതെല്ലാം ഓരോ ഓർമ്മകളാണ്. എന്നും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ ഈ ഫുട്പാത്തിൽ ഇങ്ങനെ പല പല കച്ചവടങ്ങൾ.
അങ്ങനെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പോകുന്ന കാഴ്ചയാണിത്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് കുറേ നേരം നിൽക്കുമ്പോഴായിരിക്കും ഒരു ബസ് വന്നത്. അത് ആശ്രാമം മൈതാനത്തോടുകൂടെ പോകുന്ന ബസ്സിനാണ് കയറാൻ പറ്റുള്ളൂ. ആശ്രാമം ESI എന്ന് എഴുതിയ ബസ്സിൽ വേണം എനിക്ക് കയറാനായിട്ട്. ഈ ഫ്രൂട്ട് കടയും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് റെസ്റ്റ് ഹൗസാണ്. അതാണ് ഈ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ എന്നും നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ബസ്സിനകത്ത് ഇവിടെ നിൽക്കണ കാഴ്ചയാണ്. ഇങ്ങനെ ഇവിടെ ചെല്ലുമ്പോൾ ഈ ചേട്ടൻ എന്നും മീനായിട്ടിരിക്കണതാണ്. 50 രൂപയ്ക്കൊക്കെ ധാരാളം മീൻ കിട്ടും. നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ ഞാൻ ഓർക്കും, വീടെടുത്താണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയാൽ എന്ത് സുഖമാണ്, എത്ര വില കുറവാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്ത് പ്രയോജനം, ഹോസ്റ്റലിലല്ലേ ഞാൻ. അങ്ങനെ അവിടെ പോയി ബാഗൊക്കെ അവിടെ വെച്ച്, നല്ല വെയിറ്റാണല്ലോ ബാഗിന്. അപ്പോൾ ബാഗ് ആ കമ്പിയിൽ വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ബസ് വന്ന് ഞാൻ കയറിപ്പോയി.